നിർബന്ധമായും അള്ളാഹുവിനോട് ബന്ധം സ്ഥാപിക്കണം. പിന്നെ ഏറെ വേണമെങ്കിൽ എക്സ്ട്രാ എടുത്തോ, പക്ഷെ ഇത് നിർബന്ധമാണ്. 5 നേരം നിർബന്ധമാണ്. നോമ്പ് നിർബന്ധമാണ് റമദാനിൽ. റമദാൻ കഴിഞ്ഞിട്ട് എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കാം. അറബ് മാസത്തിലെ 13, 14, 15 അയ്യാമുൽ ബീദ് നോമ്പെടുക്കാൻ പറ്റും. മുഹറത്തിൽ നോമ്പുണ്ട്, ദുൽഹിജ്ജയിൽ നോമ്പുണ്ട്, അശുറാന്റെ നോമ്പില്ലേ, അറഫയുടെ നോമ്പുണ്ട്, മറ്റൊരുപാട് നോമ്പുകൾ വേറെയും. ഇതൊക്കെ ഓപ്ഷണലാണ്. പക്ഷെ റമദാൻ നിർബന്ധമാണ്. എന്തിന്? ആ ഇബാദത്തിന്റെ മധുരം നമുക്ക് ലഭിക്കാനാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുടെ വീടിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അവരോട് ചോദിക്കും, ഇന്ന് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എന്നർത്ഥം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല പറയാ, നോമ്പിനും ഫാസ്റ്റ് എന്നാ പറയാ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോമ്പ് മുറിക്കാൻ, അന്ന് രാത്രി ഭക്ഷണം കഴിക്കാതെ കടന്നുറങ്ങിയതല്ലേ, ആ ഫാസ്റ്റ് മുറിക്കാണ് ഇപ്പൊ രാവിലത്തെ നമ്മുടെ പ്രാതൽ ഭക്ഷണം. അതിനാണ് ഇപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നിപ്പോ നമ്മൾ നോമ്പുകാരാണ്. വി വിൽ ബ്രേക്ക് അവർ ഫാസ്റ്റ് അറ്റ് സൺസെറ്റ് അല്ലേ, നമ്മൊന്ന് അസ്തമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യും. അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ രാവിലെ കഴിക്കുന്നതല്ലേ എന്ന് തോന്നിപ്പോവും. അതായത് മുസ്ലിമീങ്ങളായ ആളുകളുടെ ഭക്ഷണശീലം മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കണം എന്നാണ്. അശാ എന്നാണ് ആ ഭക്ഷണത്തിന് പറയാം, ഡിന്നർ. അശാ കഴിഞ്ഞിട്ടാണ് ഇശാ നിസ്കാരം. ഇശാവും അശാവും ഉണ്ട്. അശാ ഭക്ഷണമാണ്, ഇശാ നമ്മുടെ പ്രാർത്ഥനയുടെ പേരാണ്, നിസ്കാരത്തിന്റെ പേരാണ്. അപ്പൊ അശാ കഴിഞ്ഞിട്ട് ഇശാ നിസ്കരിക്കുക. ഇശാ നിസ്കരിച്ചാൽ പിന്നെ വേറെ പണിയൊന്നും, സീരിയലും സിനിമയൊന്നും ഇല്ലല്ലോ, എന്ത് ചെയ്യാ, കിടന്നുറങ്ങാൻ. അതുകൊണ്ട് ഒരുപാട് മണിക്കൂർ ഫാസ്റ്റിങ് വരും. നമ്മൾ നോമ്പെടുക്കുന്ന പോലെ കിടക്കുകയാണ്. അതുകൊണ്ട് രാവിലെ നമ്മൾ പറയും, പലരും പറഞ്ഞിട്ടുണ്ടാവും, രാവിലെ രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചക്ക് രാജ്ഞിയെ പോലെ, രാത്രി ഒരു ഭിക്ഷയാചിക്കുന്ന ആളെ പോലെ എന്നൊക്കെ പറയാറുണ്ട്. ഈ ആരായി രാവിലെ രാജാവിനെ പോലെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞത്? രാത്രി 7 മണിക്ക് 6 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് കിടന്നവരെ പറ്റിയ നമ്മൾ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ റെസ്റ്റോറന്റ് തുറന്നു വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണ മന്തിയും കബ്സയും ഒക്കെ ബിരിയാണി ഒക്കെ അടിച്ചിട്ട് കിടന്നുറങ്ങുക, എന്നിട്ട് രാവിലെ പിന്നെയും കഴിക്കുക. അതിൻ്റെ ആവശ്യമില്ല, വിശക്കാൻ നേരം വേണ്ടേ. ഇത് മഗ്രിബ് കഴിഞ്ഞാൽ തന്നെ ഭക്ഷണം കഴിക്കും. പിന്നെ രാത്രി മുഴുവൻ നമ്മൾ വിശപ്പിലാണ്, ഫാസ്റ്റിലാണ്. അതാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുക രാവിലെ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം, സുബഹി നിസ്കാരം കഴിഞ്ഞ മോള് ഫാത്തിമ ബീവിയുടെ വീടിന്റെ അരികിലൂടെ അത് നബി തങ്ങളുടെ ശീലമായിരുന്നു. ഒരിക്കൽ രാവിലെ ചെല്ലുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കിടന്നുറങ്ങാൻ, എന്തോ അസുഖമായി അവര് വിഷമിച്ച് കിടക്കാൻ. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊരിക്കൽ ചോദിച്ചു, മാ യുനീമുകി ഇലാ ഹാദിഹി സ്സാഅ, മോളെ എന്തേ ഇത്ര നേരം ഉറങ്ങുന്നത് മോളെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉപ്പാ എനിക്ക് നല്ല പനിയുണ്ട് എന്ന് പറഞ്ഞു. പനിയാണുപ്പാ. മോളെ പനി ഉണ്ടാകുമ്പോ വാപ്പ അതിനൊരു പ്രതിവിധി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ദുആ, ഒരു പ്രാർത്ഥന, അത് മോള് ചൊല്ലിയോ എന്ന് ചോദിച്ചു. നസീതുഹ, ഞാൻ മറന്നുപോയി വാപ്പ എന്ന് പറഞ്ഞു നബി തങ്ങളോട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ തങ്ങള് ചൊല്ലിക്കൊടുത്തു. എന്നാ മോളെ പനി വരുമ്പോ ഇങ്ങനെ ചൊല്ലണം കേട്ടോ. يا حي يا قيوم برحمتك أستغيث ومن عذابك أستجير اللهم لا تكلني إلى نفسي ولا إلى أحد من خلقك طرفة عين. ഇത് ചൊല്ലണം മോളെ എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ ചൊല്ലണം. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായവനെ അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കരുണയാൽ ഞാൻ നിന്റെ സഹായം തേടുന്നു റബ്ബേ. വമിൻ അദാബിക അസ്തജീർ, നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ മോചനം ചോദിക്കുന്നു തമ്പുരാനെ. ലാ തകിൽനി ഇലാ നഫ്സി വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക തർഫത ഐൻ, അല്ലാഹുവേ എന്റെ കാര്യം മുഴുവനും നീ ഏറ്റെടുക്കണമേ. അത് എന്നിലേക്കോ മറ്റാരിലേക്കോ ഏൽപ്പിക്കല്ല റബ്ബേ, അത് നീ ഏറ്റെടുക്കണം എന്ന പ്രാർത്ഥന ഫാത്തിമ ബീവിയെ പഠിപ്പിച്ചത് ഒരു പ്രഭാത സമയത്താണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ മറ്റൊരിക്കൽ കിടന്നുറങ്ങുമ്പോ നബി തങ്ങൾ കാലുകൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ ഈ നേരത്ത് ഉറങ്ങല്ല മോളെ, സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങാൻ പാടില്ലാത്ത നേരമാണ്. ഒരു വിധം കഴിയുമെങ്കിൽ ഉറങ്ങരുത്. ഉറക്കൊഴിച്ച ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ അവരെ പറ്റിയല്ല. സ്വാഭാവികമായ ഒരു മടി പിടിച്ച ഉറക്കം, അതൊന്നും സുബഹി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നവരെ ഉറങ്ങരുത്. സൂര്യൻ ഉദിക്കുന്നവരെ ഫാത്തിമ, അല്ലാഹു തആല ഭക്ഷണം ഓഹരി വെച്ചു കൊടുക്കുന്ന സമയമാണിത്. അല്ലാഹു റിസ്ക് തരുന്ന നേരമാണിത്. ഈ നേരത്ത് ഉറങ്ങരുത് മോളെ എന്ന് ഹബീബായ തങ്ങൾ ഫാത്തിമ ബീവിയോട് റളിയല്ലാഹു അൻഹ. രാവിലെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന കുറെ അനുഭവങ്ങളുണ്ട്. നബി തങ്ങൾ
നിസ്കാരം കഴിഞ്ഞ് കടന്നു വരുമ്പോ വീട്ടുകാരോട് വല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ, ഭക്ഷണമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല നബിയേ, ഇവിടെ ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയോ? കാരക്ക പോലും ഇല്ല എന്നാണ്. കാരക്ക പോലും നമ്മൾ വിചാരിക്കുമ്പോ പത്തിരിക്ക് കറിക്ക് ചിക്കനും മട്ടനും ബീഫൊന്നും ഉണ്ടാവില്ല. കാരക്ക പോലും ഇല്ല എന്ന് അതിൻ്റെ അർത്ഥം. പച്ച വെള്ളം കിട്ടിയാലായി, വേറെ ഒന്നുമില്ല. കാരക്ക ഉണ്ടെങ്കിൽ പറയും നബി ഇച്ചിരി കാരക്കുണ്ട്, മതിയോ? മതിയെന്നും പറയും തങ്ങൾ. തങ്ങൾ അങ്ങനെ വളരെ ലഘുവായ ഭക്ഷണം ഇഷ്ടപ്പെടും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ കൊടുത്തപ്പോ നബി തങ്ങൾക്ക് കൊടുത്തത് ഉണക്ക റൊട്ടിയാണ്. ഉണങ്ങിയ റൊട്ടി. അപ്പൊ അത് നനച്ചൊന്ന് സോഫ്റ്റ് ആക്കണ്ടേ? തങ്ങൾ ചോദിച്ചു, മിൻ ഇദാം, എന്തെങ്കിലും വല്ല കറി ഇതിലേക്കുണ്ടോ എന്ന് ചോദിച്ചു. വല്ല കറി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബിയെ സുർക്കയല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. സുർക്ക കറിയായിട്ടെ നമ്മൾ അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന ഇല്ലൽ ഖല്ല്, സുർക്കണ്ട് നബിയെ. എന്തിനാന്നറിയോ? നിങ്ങൾ പറഞ്ഞു പോയിക്കോട്ടെ. നിഅമൽ ഇദാമു അൽ ഖല്ലു, നിഅമൽ ഇദാമു അൽ ഖല്ലു. സുർക്ക എത്ര നല്ല കറിയാണ്, എത്ര നല്ല ഭക്ഷണത്തിന്റെ കൂട്ടാണ് സുർക്ക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ആ സുർക്കയിലേക്ക് മുക്കിയിട്ട് ഉണങ്ങിയ റൊട്ടിയെ സോഫ്റ്റ് ആക്കിയിട്ട് കഴിച്ച നബിയാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എന്താ പറയാ? ചീത്ത പറയല്ല, എന്തോ ഒരു നല്ല ഭക്ഷണം. നമ്മൾ അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെ പറയും, എന്ത് ഭക്ഷണം കൊടുത്താലും എന്ത് നല്ല, മാഷാ അല്ലാഹ്, നല്ല രുചിയുണ്ട്, നല്ല നല്ല റാഹത്തുള്ള ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് ബിസ്മി ചൊല്ലി അങ്ങനെ കഴിപ്പിക്കുകയും ചെയ്യും. മദ്ഹ് അങ്ങനെ പറയും, അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട്. എന്ത് ഭക്ഷണമാണെങ്കിലും വല്ലാത്തൊരു മഹാന. അള്ളാഹു ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുർക്കയെ പറ്റി പറയണെന്ത് നല്ല നല്ല ഭക്ഷണമാണെന്ന്. നമ്മളിപ്പോ നോമ്പെറുക്കാനിപ്പോ വിഭവങ്ങളില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പരിഭവം വരും അല്ലേ? വിഭവങ്ങളില്ലെങ്കിൽ പരിഭവമാണ്. സുബ്ഹാനല്ലാഹ്. സുർക്കയെ പറ്റി നബി തങ്ങൾ എത്ര നല്ല കറിയാണെന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ സുർക്ക ഒന്ന് തൊട്ട് നാവിലൊന്ന് വെച്ച് ടേസ്റ്റ് ഒന്ന് ഇറക്കണ നേരത്തെ ആ മുഖം ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കണം, എങ്ങനെ ഉണ്ടാവുമെന്ന്. സുർഖനെ ഇറക്കണ നേരത്തെ സുബ്ഹാനല്ലാഹ്. നിഅമൽ ഇദാമു അൽ ഖൽ, നല്ല കറിയാണല്ലോ, അത് മതി എന്ന് പറഞ്ഞു തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ മുക്കിയിട്ടാണ് ആ റൊട്ടി കഴിച്ചത് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ ജീവിച്ചത്. തങ്ങൾക്ക് ലക്ഷറി ആഡംബരം കഴിയാത്തത് കൊണ്ടല്ല തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസ്വാരികളിൽ സുബൈർ റളിയല്ലാഹു അൻഹു വലിയ കൊട്ടാരം ഉണ്ടാക്കിയ മഹാനാണ്. ഇന്നും സൗദി അറേബ്യ, അത് അവിടെ ആർക്കിയോളജിക്കൽ വിഭാഗം, അവിടെ മദീനയിൽ ടൗണിൽ നിന്ന് ഇച്ചിരി ദൂരെ, എനിക്ക് സ്ഥലം പറഞ്ഞു തരാൻ പറ്റുന്നില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവിടെ കൊട്ടാരം പോലെയുള്ള കല്ല് കൊണ്ട് എടുത്ത നല്ല മനോഹരമായ അന്നത്തെ വീട്. അന്നൊക്കെ അങ്ങനെ വീടുകളുണ്ട്, പക്ഷെ നബി തങ്ങൾ വളരെ ചെറിയ സൗകര്യങ്ങളാണ് തങ്ങൾ ഇഷ്ടപ്പെട്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസ്വാരികൾ നല്ല ഭക്ഷണപ്രിയരായിരുന്നു, നല്ല ഭക്ഷണം വെക്കുന്ന ആളുകളാണ്. ഹദീസയും മാംസവും കൊണ്ട്, ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം അവരെമ്പാടുണ്ടാക്കും. പക്ഷേ ഹബീബായ തങ്ങളുടെ വീട്ടിൽ അതൊന്നും ഉണ്ടാവില്ല. തങ്ങൾ വേണമെന്ന് ആഗ്രഹം പറഞ്ഞാൽ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. പക്ഷെ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ചെന്നപ്പോ ഒന്നുമില്ല നബിയെ എന്ന് പറഞ്ഞു. അടുത്ത വീട്ടിൽ ചെന്നു, തങ്ങളുടെ ഭാര്യ ഉണ്ടവിടെ. ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചോദിക്കുക? എന്താ ഇവിടെ ഇല്ലാത്തത്? നമുക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ കൊണ്ടുവന്ന് തരൂലേ? എന്താ ഇന്നലെ പറയാഞ്ഞത്? എന്താ മിഞ്ഞാന്ന് ഷോപ്പിൽ പോയി പറയാൻ തരുന്നത്? ലിസ്റ്റ് തന്നാ പോരെ, ഞാൻ കൊണ്ടുതരില്ലായിരുന്നോ? ഇതാ ചോദിക്കുക. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ഇദൻ അന സ്വായിമുൻ, ഇദൻ അന സ്വായിം. ഒന്നുമില്ലേ, വിഷമിക്കണ്ട, ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പെടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ പട്ടിണിയാണ്, ഇനി മഗ്രിബ് വരെ ഞാൻ പട്ടിണിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദൻ അന സ്വായിം. അതുകൊണ്ടാണ് സുന്നത്ത് നോമ്പെടുക്കാൻ ളുഹറിന്റെ മുമ്പ് നമ്മൾ നിയ്യത്ത് വെച്ചാൽ മതി. റമളാൻ പോലെയുള്ള ഫർള് നോമ്പുകളൊക്കെ രാത്രി നിയ്യത്ത് വെക്കണം, ഞാൻ പകൽ നോമ്പെടുക്കാൻ പോവാണ്. പക്ഷേ സുന്നത്ത് നോമ്പാണെങ്കിൽ സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ സുബഹി കഴിഞ്ഞ് ളുഹറിന്റെ മുമ്പ് നിയ്യത്ത് ചെയ്താലും സുന്നത്ത് നോമ്പ് കിട്ടും എന്ന മസ്അല നമ്മൾ മനസ്സിലാക്കുന്നത്, ഉലമാ പഠിപ്പിക്കുന്നത് നബി തങ്ങളുടെ ഈ ചര്യയിൽ നിന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദൻ അന സ്വായിം. ഈ ഒരു ക്ഷമയും ക്യാരക്ടർ ബിൽഡിങ്ങും സ്വഭാവ ശുദ്ധീകരണവും ഈമാനികമായ ഉത്തേജനവും നോമ്പിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നു. അള്ളാഹു നമുക്ക് നൽകട്ടെ. മുത്തുനബി തങ്ങൾ പറയുന്നു, അന്ന് റമളാനിൽ നബി തങ്ങൾ മദീനയിൽ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോ നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നു. സുഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹ, സുഫിയ ബീവി. സുഫിയ ബീവി വന്നു നബി തങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് കൊണ്ടുപോവുകയാണ്. ഭക്ഷണം കൊടുത്ത് കൊണ്ടുപോകുമ്പോ രാത്രി സുഫിയ ബീവിയുടെ വീട് ഒരൽപ്പം അകലെയായിരുന്നു.
സഫിയ ബീവിയെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. രാത്രിയിൽ ചെറിയൊരു വെളിച്ചവുമുണ്ട്. അപ്പോഴാണ് അൻസ്വാരികൾപ്പെട്ട രണ്ടാളുകൾ ആ വഴിയിലൂടെ നടന്നു പോകുന്നത്. നബിയെ കണ്ടപ്പോൾ അവർ രണ്ടുപേരും പെട്ടെന്ന് നടന്നു നബിയെ കണ്ടപ്പോ. കാരണം നബി തങ്ങളുടെ കൂടെ ഒരു അന്യ പെണ്ണാണ് എന്നാ വിചാരിക്കുക. അതാരാ? നബിയുടെ ഭാര്യയാണ്. പക്ഷേ ഈ രണ്ട് അൻസ്വാരികൾ മദീനക്കാർ നബിയെ കണ്ടപ്പോ ഞങ്ങൾ കണ്ടില്ല എന്ന ഭാവേന അവരങ്ങ് ധൃതി പിടിച്ച് നടന്നു. തങ്ങൾ പറഞ്ഞു, അലാ റിസ്ലിക്കുമാ, അലാ റിസ്ലിക്കുമാ, അവിടെ നിൽക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്നു അവര്. ഇന്നഹാ സഫിയ, എന്റെ കൂടെയുള്ള പെണ്ണേ എന്റെ ഭാര്യയാണ്, സഫിയയാണ് കേട്ടോ എന്ന് പറഞ്ഞു. യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ. അപ്പൊ അവര് പറയാൻ തുടങ്ങി, നബിയെ, ഞങ്ങൾ അങ്ങയെ തെറ്റിദ്ധരിച്ചു എന്നാണോ അങ്ങയെ തിരുത്തിയതിന്റെ താല്പര്യം? ഞങ്ങൾ അങ്ങയെപ്പറ്റി മോശമായത് വല്ലതും വിചാരിച്ചു എന്നങ്ങക്ക് തോന്നിയോ നബിയെ? അങ്ങയുടെ കൂടെ ഒരു അന്യ പെണ്ണ് കടന്നു പോകുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇൻ കുന്നാ നദുന്നു ഫീ അഹദിൻ ഫമാ കുന്നാ ലിനദുന്ന ഫീക യാ റസൂലല്ലാഹ്. ഞങ്ങൾ ആരെ പറ്റിയെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെ സംബന്ധിച്ച് ഞങ്ങൾ എങ്ങനെ തെറ്റിദ്ധരിക്കാനാണ്? എന്തിനാ നബി ഈ തിരുത്ത്? നിങ്ങൾ പറഞ്ഞു, ഒന്നിനുമല്ല. ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം ഫളയ്ഖു മജാരിഹി ബിൽ ജൂഅ വഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശൈആ.